നമസ്കാരം. എൻ്റെ നാട്ടുവെളിച്ചത്തുള്ള സോഷ്യൽ റെസ്പോൺസ് നടത്തിയിട്ട് കുറേ നാളുകളായി. മറ്റൊന്നുമല്ല, റെസ്പോൺസിലൊന്നും യാതൊരു കാര്യമില്ല. കേരളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു പെരുവഴിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഏകദേശം പെരുവഴിയിലായി. മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യമില്ല, ജാതിക്കും മതത്തിനും മാത്രം പ്രാധാന്യമുള്ള രീതിയിലേക്ക് അവിടെ അധപ്പതിച്ചു കഴിഞ്ഞു. കേരളത്തെയും ആ പാതയിലേക്ക് കൊണ്ടുവരാൻ എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ വിഭാഗീയ ശക്തികളുടെ വിഭാഗീയതയുടെ ഇരകളാക്കി മാറ്റിയിട്ട് അധികാരം കവർന്നെടുക്കാൻ അല്ലെങ്കിൽ അധികാരത്തിന്റെ അപ്പകഷ്ണം നുണയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന തെമ്മാടികൾ മുഴുവൻ സജീവമായി കഴിഞ്ഞു. നമ്മളെയൊക്കെ വിഭാഗീയ ഇരകളാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാകണമെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ചില പ്രശ്നങ്ങൾ നോക്കിയാൽ കാണാം. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില വിഷയങ്ങളിൽ നിന്ന് റെസ്പോൺസ് നോക്കി കഴിഞ്ഞാൽ കമന്റ്സുകൾ പരസ്പരം ചളിവാരി എറിയല്ല, ചളിയല്ല, അതിലും താഴ്ന്ന സാധനം ഉണ്ടല്ലോ, ഏറ്റവും മോശപ്പെട്ട സാധനം, വിസർജ്യം വാരിയെറിയുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്കാരം അധപ്പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന്റെ പോക്ക് വിദൂര ഭാവി അല്ലാതെ തന്നെ മഹാമോശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ സോഷ്യൽ റെസ്പോൺസിലൊന്നും വലിയ കാര്യമില്ല എന്ന് ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ കാര്യമായിട്ടൊന്നും പ്രതികരിക്കാറുള്ളത്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയേ ഇതൊരു സമരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നീതിയും അനീതിയും തമ്മിലുള്ള സമരമാണ്, ഒരു സംശയം വേണ്ട. കാരണം മതനിരപേക്ഷതയും നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് നിലനിർത്തണമെങ്കിൽ, കേരളത്തെ കേരളമായി നിലനിർത്തണമെങ്കിൽ ഈ സമരത്തിൽ പങ്കാളിയാകണം. റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ. ജാതീയതയുടെയും വംശീയതയുടെയും പേരുപറയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ തല്ലിപ്പിക്കാൻ നടക്കുന്ന തെമ്മാടിക്കുട്ടങ്ങൾക്കെതിരെ മതനിരപേക്ഷതയുടെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കൊടികൾ ഉയർത്തിപ്പിടിച്ചുള്ള സമരം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ പങ്കാളികളായിട്ടില്ലെങ്കിൽ കാലം നമ്മളോട് നീതിപരമായിട്ട് കാലത്തോട് നീതി പുലർത്തില്ല എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ചെറിയ റെസ്പോൺസ് നടത്താൻ ഉദ്ദേശിച്ചത്. വിഷയം ഹിജാബ് തന്നെയാണ്. 2-3 വിഷയങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്നാമത് കൂടുതൽ സമയമുള്ള വീഡിയോസ് ആരും കാണാറില്ല എന്നുള്ളതാണ് ഒന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ 2-3 വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഈ ഹിജാബ് വിഷയം ഇവിടെ നിൽക്കില്ല. ഹിജാബ് അല്ലെങ്കിൽ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കും. കേരളത്തിൽ നോക്കിയോ ഒരുപാട് വിഷയങ്ങൾ വന്നുപോയി കഴിഞ്ഞു. നർക്കോട്ടിക് ജിഹാദ്, തുപ്പൽ ജിഹാദ്, ഭൂമി ജിഹാദ്, PSC ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ വിവരം കെട്ട വൃത്തികെട്ട സംഗതികളൊക്കെ വന്ന് മൺമറഞ്ഞു പോയി. അവിടെയൊക്കെ സംഭവിച്ചെന്താ അറിയോ? ജനം വിഭാഗീയതയുടെ 2 തട്ടിലായിട്ട് വാഗ്വാദങ്ങൾ നടത്തി, പരസ്പരം മലം വാരി എറിഞ്ഞു. ഇത് ഉദ്ദേശിക്കുന്ന ശക്തികൾ വിജയിച്ചു എന്നുള്ളതിന്റെ അർത്ഥം. ഇത് നിരന്തരമായിട്ട് വരുമ്പോൾ കേരളം എന്ന ഈ ഒരു സാംസ്കാരിക ഭൂമികയെ, സമാധാനത്തിന്റെ ഭൂമികയെ ഏറ്റവും രൂക്ഷമായ കലാപ മിശ്രിതമായ സംഗതിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജയിച്ചു എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അത്തരത്തിലേക്കുള്ള വിഷയങ്ങൾ ഈ ഹിജാബ് വിഷയം മാറിയാലും വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എന്നാലും ഇതുപോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യസ്നേഹമുള്ള ആളുകൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. ഹിജാബ് വിഷയത്തിൽ ഞാൻ ആദ്യം പറയുന്നതറിയോ, ഇതുകൊണ്ട് അവസാനിക്കില്ല. കേരളത്തില് വിവിധ മതസ്ഥർ നടത്തുന്ന സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, സർക്കാരിന്റെയും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടുന്നത്, ഒരു നിസ്സാരനായിട്ടുള്ള ഞാൻ പോലുമാണെങ്കിൽ ആവശ്യപ്പെടുന്നത്, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട യൂണിഫോം കോഡിൽ ഭരണഘടനാനുസൃതമായിട്ടുള്ള ശരിക്കും നിയമനിർമ്മാണം നടത്തണം. ആ നിയമനിർമ്മാണത്തിന് മേലെ ഒരു സ്കൂളുകൾക്കും അധികാരമില്ലാത്ത തരത്തിലേക്കുള്ള വളരെ ആത്യന്തികമായ നിയമനിർമ്മാണം നടത്താം. എങ്ങനെ വേണമെന്ന് അത് ഏതോ ആയിക്കോട്ടെ. ഇപ്പൊ ഞാനിപ്പോ എന്റെ പേര് ഹംസ ആയതുകൊണ്ട് മുസ്ലിം ബേസ്ഡ് ആയിട്ട് വേണമെന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ അതാത് ആളുകൾക്ക് മതത്തിന്റെ ചിഹ്നങ്ങൾ വെച്ചുകൊണ്ട് നടത്തണമെങ്കിൽ പോണെങ്കിൽ അവർക്ക് അതാത് സ്കൂളുകൾ മാനേജ്മെന്റ് പൊയ്ക്കോട്ടെ. അത് ഹോസ്റ്റൽ സംവിധാനം ഒരു ഏർപ്പാടായിക്കോട്ടെ ദൂരെയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഗവൺമെന്റിന് ശക്തമായ ഇടപെടലുകൾ ഇതിൽ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഇത് കൂടി വരികയും ചെയ്യും. ഇവിടെ കേരളത്തിൽ വർഗീയ കലാപത്തിന് വഴിമരുന്ന രീതിയിലേക്ക് നമ്മുടെ മനുഷ്യന്മാരുടെ വിഭാഗീയത വളരുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാർ ഉടനടി ഈ കാര്യത്തിൽ ഇടപെട്ട് കൃത്യമായ യൂണിഫോമിന്റെ നിയമനിർമ്മാണം നടത്തണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ സ്കൂളുണ്ടല്ലോ, പള്ളുരുത്തി സ്കൂളിന്റെ ആ സിസ്റ്ററുടെ ഇന്നത്തെ പത്രസമ്മേളനം പോലും ചുണ്ടൊക്കെ ഉണങ്ങിയിട്ടാണ് കേട്ടോ. അവരെ കൊണ്ട് ആരൊക്കെയോ പറയിപ്പിക്കണം, അവരെ ഇരകളാക്കിപ്പെട്ടിരിക്കണം. അവരുടെ ആശയങ്ങളൊക്കെ ഇതന്നെ ആയിരിക്കാം, ഈ പറഞ്ഞ പോലെ കടുത്ത മതവർഗീയതയുടെ ആശയങ്ങളായിരിക്കാം. പക്ഷെ ഈ പബ്ലിക്സിന് മുമ്പിലൊക്കെ വന്നിട്ടെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ ചുണ്ടൊക്കെ ഉണങ്ങി ആകെ ഇതൊക്കെ വല്ലാതെ വേവലാതിപ്പെടുന്നു. എനിക്ക് അതിൽ പ്രയാസമൊന്നുമില്ല. ഇനി ആരെങ്കിലും പ്രതികരിക്കേണ്ടത്, എനിക്കതിന് പ്രയാസം ചോദിക്കേണ്ട. ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ അവർ ചെയ്തത് അനീതിയാണ്. കാരണം സ്കൂളിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയ്ക്ക് മേലെയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഭരണഘടനയിൽ പൗരാവകാശവും അതുപോലെ തന്നെ സമത്വാവകാശവും ഒക്കെ
വളരെ ഉയർന്ന് ജ്വലിച്ചു നിൽക്കുമ്പോൾ അതിനേക്കാൾ മികച്ചതാണ് ഞങ്ങളുടെ സ്കൂളിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും മോശമാണെന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ സംഭവിച്ചത് എന്താ? ആ കുട്ടി സാധാരണ സ്കൂളിൽ വരുന്നത് സ്കൂളിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തട്ടം അല്ലെങ്കിൽ ഹിജാബ് മാറ്റി വെക്കും, സ്കൂൾ വിട്ടു പോകുമ്പോൾ ഇതിനകത്ത് അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ സംഭവ ദിവസം അവിടെ എന്തോ ഒരു സംഗതികൾ ആഘോഷമായതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ക്ലാസ്സിൽ വന്ന പേരിൽ ആ ഹിജാബ് ധരിച്ചപ്പോഴാണ് ഇവർക്ക് പൊള്ളിയത്. ഇതൊക്കെ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു പഴയ ഓഫീസർ ഉണ്ടായിരുന്നേ, സണ്ണി ചാക്കോ സാർ എന്നാണ് പേര്. അദ്ദേഹം പറയും, ഹംസേ, നീതിയും നിയമവും രണ്ട് തലങ്ങളിൽ പ്രയോഗിക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും നീതി പറ്റില്ല, എല്ലാ ഭാഗത്തും നിയമം പ്രയോഗിക്കാൻ പറ്റില്ല എന്ന് പറയും. എടോ സിസ്റ്റർമാരെ, നീതിയും നിയമവും എന്നുള്ള വ്യത്യസ്തത ഉണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നിയമം പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പുരുഷനും ഒരാൾക്ക് നടക്കാൻ പറ്റില്ല, പുരുഷനല്ല ഒരാൾക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടെ ഉണ്ടാവും. കർഫ്യൂ ബാധിച്ച ഭാഗങ്ങളിൽ പോലും നിയമത്തിന്റെ അപ്പുറത്ത് ചില ഇളവുകൾ നീതിയുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന രീതിയിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നീതിബോധം വേണം. മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനുഷ്യവർഗത്തിനോട് നീതിബോധമാണ്. ആ നീതിബോധം ഇല്ലാത്തതിന്റെ കാരണമാണ് നിങ്ങൾക്ക് വർഗീയതയുടെ ഏറ്റവും കരാള് വിഷം നിങ്ങളുടെ തലച്ചോറിൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ നിസ്സാര വിഷയത്തെ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ അതിന്റെ ഇരകളാക്കപ്പെട്ടത്. ആരാണ് നിങ്ങൾ? അതിന്റെ ഇരകളാക്കപ്പെട്ടത്, അതിന്റെ ഉപജ്ഞാതാക്കളുടെ ഇരകളാക്കപ്പെട്ടാണ്. നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കണ്ട കേട്ടോ. TC വാങ്ങിച്ചു പോയിട്ടുള്ള ആ കുട്ടീന്റെ രക്ഷിതാവാണ് ജയിച്ചത്. ഒരു സ്കൂളിനെ മുഴുവൻ തോൽപ്പിച്ചുകൊണ്ട് പോയി പണി നോക്കിയാണ് പിള്ളേരെ. ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഞാൻ ഹിജാബോ അല്ലെങ്കിൽ ധരിക്കുന്നതിന് ഞാൻ അതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല. അതിന്റെ പശ്ചാത്തലം അറിയുന്നവർക്കറിയാം. പക്ഷെ ഈ സമൂഹം ഇതിന്റെ പേരിൽ അനുഭവിക്കുന്ന വിഷയത്തിൽ ഞാൻ പ്രതികരിക്കും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടല്ല. ഒരു സമൂഹം പേരിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും പേരിന്റെ പേരിൽ പാർശ്വവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അത് സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥമുള്ളത്? അത് നീതിബോധമാണ്. അപ്പൊ നിങ്ങൾ നീതിബോധമില്ലാത്ത മനുഷ്യരായതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ട്രോമയിൽ എത്തിച്ചുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പെൺകുട്ടി ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്താ? എന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് പറയാൻ അവകാശം? എന്റെ പൊന്നും സിസ്റ്റർമാരെ, പൊന്നും നല്ല പറയേണ്ടത്, വേറെ വാക്കാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അത്രമാത്രം സംസ്കാര പിന്നത്തിൽ താഴെ നിന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പറഞ്ഞു നിർത്തുന്നു. അനീതിയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ തോറ്റിരിക്കുകയാണ് കേട്ടോ, നിങ്ങൾ തോറ്റിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. സാധാരണ പത്രങ്ങളൊക്കെ നോക്കാറുണ്ട്, ശ്രദ്ധയിൽപ്പെടാത്തതാണെങ്കിൽ അത് പോട്ടെ എന്ന് വെക്കാം. ഇവിടെ ഈ ഒരു കുട്ടി, 8ാം ക്ലാസ്സിലൊരു പെൺകുട്ടി ഇങ്ങനെ ഒരു നീതിയുടെ പക്ഷത്തു നിന്നുള്ള ഒരു ഇത് കിട്ടാതിരിക്കുമ്പോൾ, ഇവിടെ മാനസികമായ പ്രയാസം അനുഭവിക്കുമ്പോൾ ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ അവിടെ പോയി, ഇവിടുത്തെ ന്യൂനപക്ഷ കമ്മീഷൻ അവിടെ പോയി. ഇതൊക്കെ ഏതിന്റെയൊക്കെ പിണിയാളുകളായിട്ട് മൗനം പാലിക്കുകയും അവരവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം പത്തിവിടർത്തി ആടുകയും ചെയ്യുകയാണോ? അത് ഇങ്ങനെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ഞാൻ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടൊരു വാക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ എന്തിനാണ് ഇവിടെ ഇത്തരം സംവിധാനങ്ങൾ? എല്ലാറ്റിനും കോടതിയിൽ പോകാൻ പറ്റുമോ? ഇവിടെ ദേശീയഗാനം ചൊല്ലില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം കുറച്ച് വർഷങ്ങൾക്കും ഉണ്ടായിരുന്നു. എൻട്രൻസ് പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്ത, ഒരു സിസ്റ്റർ എഴുതാൻ സമ്മതിക്കാത്ത പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ പല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലും ഈ പറഞ്ഞ തട്ടത്തിന് നിരോധനമില്ല, അല്ലെങ്കിൽ ഹിജാബിന് നിരോധനമില്ല. പല മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലും സിസ്റ്റർമാരുടെ വേഷത്തിൽ വന്ന് പഠിക്കുന്നതിന് യാതൊരു നിരോധനവുമില്ല. ഇസ്ലാമിക് സ്കൂളുകളിൽ അതിൻ്റെതായിട്ടുള്ള ചിട്ടകൾ ഉണ്ടെങ്കിൽ പോലും ആർക്കും ഒരുവിധത്തിലുള്ള മത അനുബന്ധിയായിട്ടുള്ള വസ്ത്രധാരണത്തിന് യാതൊരു വിലക്കും ഇവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. ഇതൊരു ഇസ്ലാമിക് സ്കൂളിൽ നിന്നാണ് ഇത് സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? എന്തായിരിക്കും ഇവിടുത്തെ ചർച്ച? ഇപ്പോൾ ഉള്ളതിന്റെ 10,000 ഇരട്ടിയായിരിക്കും. ഈയിടയ്ക്ക് ഓണത്തിനൊരു പ്രശ്നം ഉണ്ടായില്ലേ? അവരുടെ വിവരക്കേട് കൊണ്ടാണ്. അപ്പോട്ടെ, ഓണമൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നതൊക്കെ എന്നെ അറിയുന്നവർക്കറിയാം. പക്ഷേ ഇതെല്ലാം ഒരു മുസ്ലിം സംബന്ധിയായ വിഷയമാകുമ്പോൾ ചർച്ച ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിന് വലിയ മാർക്കറ്റാണ് നമ്മുടെ അവിടെ. അപ്പൊ അത്തരത്തിലുള്ള വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഞാൻ. എനിക്ക് പറയാനുള്ളത്, ഏതായാലും രക്ഷിതാക്കള് ശ്രദ്ധിച്ചിട്ടൊക്കെ കൈകാര്യം ചെയ്യുക. ഇതുപോലുള്ള വിഷം വമ്മിക്കുന്ന സ്കൂളുകളിലേക്ക് പോകാതിരിക്കുക പരമാവധി. പ്രശ്നം ഒഴിവാക്കി കിട്ടുമല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഏറ്റവും വലിയ കനത്ത തോൽവിയാണ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ നിഷേധിക്കുന്ന സമീപനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊന്നും ശാന്തി ലഭിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ 2-3 മാസം മുമ്പല്ലേ നിങ്ങളുടെ വസ്ത്രധാരിയായിട്ടുള്ള സിസ്റ്റർമാരെ അവിടെ സംഘപരിവാറിന്റെ ഒത്താശയോടെ ജയിലിലടച്ചത്? ഈ കേരളം മുഴുവൻ ഒപ്പം നിന്നില്ലേ? ജാതി മതരഹിതമായിട്ട്, ഞാനടക്കം ജാതി മതരഹിതമായിട്ട് രാഷ്ട്രീയത്തിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒപ്പം നിന്നില്ലേ എന്റെ സിസ്റ്റർമാരെ? നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ? ഈ വിഷയത്തേക്ക് ഇത്രയ്ക്ക് മാത്രം വലിച്ചഴക്കപ്പെടേണ്ട കാര്യമുണ്ടോ?
ഇല്ല. പക്ഷെ അത് കത്തിച്ച് നിർത്തണം എന്നുള്ളതാണ് ചിലരുടെ ആഗ്രഹം. അതിന് നിങ്ങൾ അരുനിന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ശരിയായ ഒരു വിദ്യാഭ്യാസത്തിന്റെ രീതിയല്ല, വിദ്യാലയത്തിന്റെ രീതിയല്ല. ഇത് തികച്ചും നിന്ദ്യമാണ്, നീചമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമം ചിലരൊക്കെ പറയും, പലതും ചർച്ച ചെയ്ത് കഴിഞ്ഞു, അതിലിപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന നിയമം അനുസരിച്ചിട്ട് അവിടുത്തെ നിങ്ങൾ പോകാലോ, അവിടുത്തെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരല്ലേ എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, അവിടുത്തെ നിയമം ഇന്ത്യൻ ഭരണഘടനയേക്കാൾ മേലെയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു നിർത്തേ, ബഹുമാനപ്പെട്ട സർക്കാർ ഇത്തരം വിദ്യാലയങ്ങളിൽ, മാനേജ്മെന്റ് സ്കൂളുകളിൽ, എല്ലാ മാനേജ്മെന്റുകളിലും, അത് മത പിന്നെ മേലധ്യക്ഷന്മാർ നടത്തുന്ന എല്ലാ മാനേജ്മെന്റ് സ്കൂളുകളിലും സർക്കാർ സ്കൂളിലും എങ്ങനെയാണ് യൂണിഫോമിൽ മല്ല പ്രത്യേക നിബന്ധനകളുണ്ടോ? ഇപ്പൊ ഇവിടെ തന്നെ ഹിജാബ് അനുവദിക്കില്ല എന്ന് പ്രത്യേകം എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അവരുടെ വാക്കാലുള്ള നിയമങ്ങളാണ് എന്നാണ് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ സർക്കുലർ പുറപ്പെടുവിക്കണം, അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തണം. അത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാത്ത തരത്തിലേക്ക് അതിന്റെ കൃത്യമായ ഭരണഘടനാ അനുസൃതമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾ, വിഭാഗീയതയുടെ ഇരകളായി തീരാതിരിക്കുക. കേരളം എന്ന സ്വർഗരാജ്യം, നമ്മുടെ ഇവിടെ ഈ ഒരു സ്ഥലം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. പല കാര്യങ്ങളിലും നമ്മുടെ ഒത്തൊരുമയും നമ്മുടെ കരുത്തും നമ്മുടെ സ്നേഹവും നമ്മുടെ സൗഹൃദവുമാണ് മറ്റുള്ളവർക്ക് മാതൃക. അത് കളയാതിരിക്കാൻ വേണ്ടി പരമാവധി എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രം ഞാൻ പറയാനുള്ളത്.